ഇതിൻ്റെ മകനാണ്. ഇവനെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണം. കാരണം ഇവൻ്റെ 2 കിഡ്നി പോയിന്നാ ഡോക്ടർ പറയുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എല്ലാവരും സഹായം ഞങ്ങൾ തരണം. കാരണം ഇവനെ ഞങ്ങൾ അത്രയ്ക്ക് വേണ്ടുന്നുണ്ട്. രക്ഷപ്പെടുത്തണം. നിങ്ങളെത്താണ് ഇവന്റെ ജീവിതം കിടക്കുന്നത്? ഏത് വിധാനം രക്ഷപ്പെടുത്തി തരണം. പൈസേൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. പൈസ ഉണ്ടെങ്കിലും എൻ്റെ ജീവൻ കിട്ടും എന്നാ പറയുന്നത്. രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ കോട്ടായി തായം നടക്കാവിൽ വീട്ടിൽ അരവിന്ദാക്ഷേട്ടന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ മകൻ 26 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ അക്ഷയ് 2 വൃക്കകളും തകരാറിലായി അടിയന്തരമായി സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് അത് ബാധിതയായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 2 വർഷമായി ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അച്ഛൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. എല്ലാം കൊണ്ടും പ്രയാസപ്പെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരുപാട് വാതിലുകൾ ഈ നാട്ടുകാർ എല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ട പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിയേട്ടൻ, ഇതിന്റെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉഷേച്ചി, ചികിത്സാ കമ്മിറ്റി കൺവീനർ മനോജേട്ടൻ, അങ്ങനെ നാട്ടില് രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി നാട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ താരവും ഇദ്ദേഹത്തിന്റെ അക്ഷയുടെ തൊട്ട അയൽവാസിയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള ഹരീഷേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. നിങ്ങൾ സഹായിക്കണം. ആരുമില്ലാത്തവർക്ക് അവസാന അത്താണി എന്ന് പറയുന്നത് കാരുണ്യ മനസ്സുകളായിട്ടുള്ള ആളുകളാണ്. അടിയന്തരമായി ഈ ഒരു തൃശ്ശൂർ ഹൈടെക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സർജറി ചെയ്യണം. 30 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് പറഞ്ഞിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട കോഴിക്കോട് പാർലമെന്റ് അംഗം രാഘവേട്ടൻ രക്ഷാധികാരിയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ഇതിന്റെ ചെയർമാനാണ്. പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഈ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ കണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഉള്ളതിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും ഈ കുടുംബത്തിന്റെ ഈ അക്കൗണ്ടിലേക്ക്, ഫോൺ പേയിലേക്കോ ഗൂഗിൾ പേയിലേക്കോ അയക്കാം. ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ അക്ഷയ് എന്നോട് പറഞ്ഞത്, വീഡിയോ എടുക്കേണ്ട അച്ഛ, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ആ ഒരൊറ്റ കാര്യമാണ് എന്നെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പോലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. എല്ലാ സുമനസ്സുകളുടെ സഹായങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് അക്ഷയിൻ്റെ ഈ പ്രശ്നം, വൃക്ക തകരാറിലായി മാറ്റിവെക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. വലിയ സാമ്പത്തിക ബാധ്യതയാണുള്ളത്. എല്ലാവരും അവനവനാൽ കഴിയുന്ന മുഴുവൻ സഹായവും ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ നാടും പഞ്ചായത്തും എല്ലാ ജനപ്രതിനിധികളും ഒന്നിച്ച് രക്ഷാധികാരികളായിക്കൊണ്ടും വാർഡ് മെമ്പർ ചെയർമാനും അതുപോലെ തന്നെ VT മനോജ് കൺവീനറുമായിക്കൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അത് എവിടെയും എത്തില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സോടുകൂടി ഞങ്ങളെ സഹായിക്കണം. അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എല്ലാവരെയും പോലെ എനിക്കും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും സഹായിക്കണം. എനിക്കും വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് കിഡ്നി കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. അമ്മയ്ക്കാണെങ്കിൽ ഷുഗറിന്റെ പ്രോബ്ലം കൊണ്ട് യാതൊരു വലിയ തരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ കിഡ്നി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചെക്കപ്പും എല്ലാ ഫിനിഷിംഗ് ഘട്ടത്തിൽ എത്തിയ സമയത്താണ് ക്യാൻസർ കണ്ടുപിടിച്ചത്. അപ്പൊ എല്ലാ നിലക്കും വൃക്ക കുടുംബത്തിൽ നിന്ന് കിട്ടാൻ മാർഗമില്ല. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു പ്രയാസം ഈ കുടുംബം അനുഭവിക്കുന്നത്. ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വളരെ ജെനുവിനായിട്ട് എല്ലാം പരിശോധിച്ചതിനും കടലാസുകൾ നോക്കിയതിനും കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യാറുള്ളൂ. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അത് വലിയൊരു ഉത്തരവാദിത്തമായിട്ടും കൂടി ഞാൻ കാണുകയാണ്. ഒരുപാട് ആളുകൾ ഫോളോവേഴ്സ് ഉള്ള ഒരാളുമല്ല. നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്താലെങ്കിലും സഹായിക്കാൻ മനസ്സുള്ള ആളുകളിലേക്ക് എത്തും. അവരിലേക്ക് എത്തിയാൽ ഈ കുടുംബത്തിന് ചെറിയ തരത്തിലെങ്കിലും ഒരു സഹായം കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുക.